ഏതെങ്കിലും പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. മറ്റൊരു കാര്യം, എന്ത് അധികാരമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെൻറ്റും ചോദിച്ചിട്ടില്ല. KER ചാപ്റ്റർ 5 ഓപ്പണിംഗ് ആൻഡ് റിക്കഗ്നൈസേഷൻ ഓഫ് ദി സ്കൂളാണ്. പുതിയ സ്കൂൾ തുറക്കുന്നതും അതിനുള്ള അംഗീകാരമാണ് കേരള എഡ്യൂക്കേഷൻ റൂളിലെ ചാപ്റ്റർ 5 പറഞ്ഞിരിക്കുന്നത്. അതിലെ റൂൾ 11 പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് പെർമിഷൻ ടു ഓപ്പൺ ന്യൂ സ്കൂൾസ്. അൺഎയ്ഡഡിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. റൂൾ 3 പറയുന്നത് വിത്ഡ്രോയൽ ഓഫ് പെർമിഷൻ ഗ്രാൻഡഡ് ടു ഓപ്പൺ സ്കൂൾ. അത് റൂൾ 3 പറയുന്നതാണ്. ഡി ജിക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഇത് ഇത്രയും ഞാനിത് വ്യക്തമാക്കാൻ കാരണം ഇതിനുള്ള എന്ത് അധികാരം എന്നൊക്കെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കൂട്ടരും ചോദിച്ചത്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത്. ആ വെല്ലുവിളികളെല്ലാം തള്ളിക്കളയുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷം ഈ രൂപത്തിലുള്ള ഒരു വെല്ലുവിളിയും പ്രഖ്യാപനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. പിന്നെ ഗവൺമെൻറ്റിന് മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. അത് നടപ്പിലാക്കാൻ അത് തള്ളിക്കളയുകയാണ്. അച്ഛൻ വീഡിയോ കണ്ടപ്പോഴും പറഞ്ഞത് ഈ സ്കൂളിന്റെ നിയമാവലി ചട്ടം അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, നാളെ മുതൽ ഇല്ലാതെ സ്കൂൾ വരുമെന്ന് വൈകിട്ട് പറഞ്ഞാണ്. അതിനുശേഷമാണ് മിനിഞ്ഞാന്ന് രാത്രിയോടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു പ്രസ്താവന അത് പരാതിപ്പെട്ടിട്ടാണ് ആ സമയത്ത് ഇടപെടൽ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഈ പരിഗണിച്ച് ആ അച്ഛൻ തന്നെ അത് പറയുകയാണ് ഞാനിത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷം സ്കൂളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേവസ്വത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാണ് വീണ്ടും ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അതൊന്നും ശരിയൊന്നുമല്ല. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെൻറ്റ് തനി ജനാധിപത്യ വിരുദ്ധമായിട്ടും അഹങ്കാരത്തോടും കൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പോകലേക്ക് എടുക്കല്ലേ. ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞല്ലേ, പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞല്ലേ. പിന്നെ അതിനുശേഷം ഈ രൂപത്തിലുള്ള വെല്ലുവിളി നടത്തി. പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധിച്ച് ചെയ്യുന്നുണ്ട്. അത് അവരുടെ അവകാശം നടത്തിക്കോട്ടെ.